ഹലോ ഗൈസ്, അപ്പം അങ്ങനെ എനിക്ക് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. 24 വയസ്സ് പൂർത്തി 25ലോട്ട് കിടക്കുകയാണ്. അങ്ങനെ വയസ്സുകളൊക്കെ എത്ര പെട്ടെന്ന് പോകുന്നതിൽ. അപ്പം ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വലിയ ഗ്രാൻഡായിട്ട് നടത്താൻ ഇനിയിപ്പോൾ അടുത്ത മാസം ചിക്കുവിൻ്റെ ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ എൻ്റെ നടത്തിയില്ലെങ്കിലും അവൻ്റെ നടത്തണ്ടേ. അപ്പോൾ അതെന്തായാലും അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ അല്ലേ, അപ്പം എല്ലാവരെയൊക്കെ വിളിച്ചിട്ടല്ലേ നടത്തുക. അപ്പം അങ്ങനെ അച്ഛൻ പറഞ്ഞു, അപ്പം നീ ചിക്കുവിൻ്റെ ബർത്ത്ഡേ നടത്താം, നിൻ്റെ അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ എല്ലാ പ്രാവശ്യത്തേനേക്കാളും ഇപ്രാവശ്യമാണ് എനിക്ക് ലക്കായത് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഹാപ്പിയാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇന്നിപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ സാമ്പാറാണ് കേട്ടോ. സാമ്പാറും കറികളൊക്കെയാണ്. നമ്മളതൊക്കെ ആക്കിയിട്ടുണ്ട്. അമ്മ ഇന്ന് പണിക്ക് പോയിട്ടുണ്ട്. അപ്പം ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ ലീവ് ആയതുകൊണ്ട് കണ്ണൻ എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലിയ മോനുണ്ട്, വല്യമ്മ ഉണ്ട്, അമ്മമ്മയുണ്ട്. അവരൊക്കെ ഉച്ച കഴിഞ്ഞിട്ട് പോകും, ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പോകും. നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പം അതൊക്കെ കാണിച്ചു തരാം. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നേരെ വീഡിയോ ഒക്കെ കാണാം. ഇപ്പോൾ രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. മഞ്ഞൊക്കെ പ്രതീക്ഷിച്ച് മഞ്ഞ് മൂടി കിടക്കുന്ന കാലാവസ്ഥ പ്രതീക്ഷിച്ച് എനിക്ക് കിട്ടിയത് നല്ല മഴയാണ്, നല്ല തണുപ്പും. പിന്നെ ചൂടുവെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വേഗം കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് വേഗം നമ്മൾ അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അമ്മേൻ്റെ കൂടെ തന്നെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്. പിന്നെ അമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ. കാരണം അവിടെ കെട്ടുന്നവരൊക്കെ ആയിരുന്നു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള. എന്നിട്ട് വേഗം തൊഴാനും മര്യാദക്ക് പറ്റിയില്ല, കാരണം മഴയായിട്ട് തൊഴാനും എല്ലാ സ്ഥലത്തും തൊഴാനും പറ്റിയില്ല. എന്നിട്ട് നമ്മൾ വേഗം, പിന്നെ മോന് വീട്ടിലൊറ്റയ്ക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേഗം ഇവിടുന്ന് വന്നു കേട്ടോ. പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് നമ്മൾ മിഠായി വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അടുത്ത വീട്ടിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മിഠായും കേക്കും കൂടെ കൊടുക്കാൻ വെച്ചിട്ട് മിഠായിൻ്റെ കാര്യം മറന്നുപോയി, കേക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ഒരു കടയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കേക്കൊക്കെ കട്ട് ചെയ്തു. അമ്പലത്തിൽ പോകുമ്പോൾ കേക്ക് കഴിച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ എന്ന് വെച്ചിട്ട് അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത്. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യാണ്. ആരും എനിക്ക് വെച്ച് തരാനൊക്കെ എല്ലാവർക്കും മടിയൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വെച്ചൊക്കെ തന്നു. അങ്ങനെ ചിക്കുവിന് കുറച്ച് കൊടുത്തു നോക്കി. പക്ഷേ എങ്കിൽ ക്രീമൊക്കെ ആയതുകൊണ്ട് അവന് കൊടുക്കാൻ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല. എന്നാലും ഒന്ന് ചെറുതായി ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ അവന് 2 വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് നക്കി നോക്കി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവനും കഴിച്ചില്ല കേട്ടോ. അതിന് ഒരു സമാധാനമായി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ബീഫ് കറിയും പിന്നെ മുട്ട റോസ്റ്റും പിന്നെ അപ്പമായിരുന്നു കേട്ടോ കഴിക്കാനുണ്ടായിരുന്നത്. പിന്നെ ചായയും കുടിച്ചു. അപ്പോൾ നിങ്ങൾ വേറെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നോക്കണം കേട്ടോ, കാരണം ഞാൻ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്, അച്ഛൻ്റെ അമ്മേൻ്റെ ബെഡ്റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊതുകുവരെയാണ് കേട്ടത്. അപ്പോൾ അങ്ങനെ എൻ്റെ 25 വയസ്സിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കേക്ക് മുറിക്കുന്നതും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അമ്മമ്മേൻ്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അമ്മേൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ആ ഫ്രണ്ട് അമ്മമ്മേനെ കാണാൻ ഇങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആണ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേ ദിവസം വരിക എന്നുള്ളതൊക്കെ. അല്ലാതെ ഒട്ടും പ്ലാൻ ചെയ്തിട്ടില്ല. ആകെ പ്ലാൻ ചെയ്തത് ഇവരെ ഞാൻ വിളിച്ച് വരുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് മാത്രം പ്ലാൻ ചെയ്തത്. അപ്പോൾ അവർ തന്നെ കേക്കുമായിട്ട് വന്നു. അത് നമ്മൾ ഇന്ന് മോർണിംഗ് ആട്ടോ മുറിച്ചത്, കാരണം രാത്രിയൊന്നും ആരും എണീച്ച് മുറിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നു കഴിഞ്ഞിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. അപ്പം അങ്ങനെ 25 വയസ്സിലോട്ട് കടന്നിരിക്കുകയാണ്. എന്താ പറയുക, സന്തോഷം. അപ്പോൾ പുറത്താണെങ്കിൽ നല്ല മഴയാണ്. നമുക്കിന്ന് ഇവിടെ റെഡ് അലേർട്ടാണ് കേട്ടോ. അപ്പം പുറത്ത് നല്ല മഴയാണ്. ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊരു വെയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ വെയിലും പോയി. പക്ഷേങ്കിൽ എന്താ നല്ല തണുപ്പും ഒന്നാമത് ഈ സമയത്ത് നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടാവേണ്ടതാണ്. ആ സമയത്താണ് ഇപ്പം മഴ പെയ്തിരിക്കുന്നത്. നല്ല തണുപ്പും ഉണ്ട്, നല്ല കാർമേഘം മൂടി നിൽക്കുകയാണ്. ഒരു തെളിച്ച എന്താ പറയുക, എൻ്റെ ബർത്ത്ഡേക്ക് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണുന്നത്. കാരണം എപ്പോഴും മഞ്ഞ് മൂടി അങ്ങനെ ഒരു കാലാവസ്ഥയായിരിക്കും. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ മഴയൊക്കെ കാണുന്നത്. എല്ലാവരും ആദ്യമായിട്ടൊക്കെ തന്നെ ആയിരിക്കും, കാരണം കാലാവസ്ഥകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയല്ലേ. എന്തൊക്കെ വരാനുണ്ടോ എന്തോ. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കണം. അപ്പോൾ ഫുഡിന് പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ, കാരണം ഞാൻ പറഞ്ഞില്ലേ ഇനിയിപ്പോൾ ചിക്കുവിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അതിപ്പോൾ ഇച്ചിരി ഗ്രാൻഡായിട്ട് നടത്താൻ വെച്ചിട്ട് അപ്പോൾ ഫുഡും കാര്യങ്ങളൊന്നും ഇതാക്കില്ല. പിന്നെ ഒന്നാമത് അമ്മ പോയിരിക്കും, അപ്പോൾ പിന്നെ മൂഡ് അങ്ങോട്ട് പോകില്ല ബർത്ത്ഡേൻ്റെ. അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അപ്പോൾ നമുക്ക് വലിയ കൂടുതലായിട്ട് നമുക്ക് കുറച്ച് ഡ്രസ്സ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക അങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലോ. അതിപ്പോൾ നമ്മൾ അടുക്കളയിൽ കയറി ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ മടിയും കാര്യങ്ങളൊക്കെ കാരണം ഞാൻ ഒന്നും വേണ്ട പറഞ്ഞു. അച്ഛൻ കുറേ പറയുന്നു പായസം വെക്കാം, ചോറും സാമ്പാറൊക്കെ ഉണ്ടാക്കാം അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ നിൽക്കുമായിരുന്നു. അച്ഛൻ അതുകൊണ്ടാണ് ഇന്നലെ പച്ചക്കറിയൊക്കെ അച്ഛൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി നമുക്ക് വെക്കാനുള്ള മടി കാരണം ഒന്നും ചെയ്തില്ല കേട്ടോ. പിന്നെ ഫസ്റ്റ് എന്നെ വിഷ് ചെയ്തത് അമ്മയാണ്. അമ്മ ഞാൻ എണീച്ചപ്പോൾ തന്നെ വിഷ് ചെയ്തിട്ടുണ്ടായി. കാരണം എന്നെ എണീപ്പിക്കാൻ വേണ്ടി വന്നതാണ്, കാരണം ഞാൻ അമ്മേൻ്റെ ഒപ്പം ആണല്ലോ പോയത്. അമ്പലത്തിലോട്ട് പോകുമ്പോൾ അമ്മേനെ കൊണ്ടാക്കുന്നതിൻ്റെ ഒപ്പം ഞാൻ നേരെ അമ്പലത്തിൽ കയറിയിട്ടാണ് വന്നത്. അപ്പം അമ്മ ഇന്ന് എന്നെ നേരത്തെ ഒരുക്കം തീരില്ല എന്നും പറഞ്ഞിട്ട് എന്നെ വേഗം വിളിച്ച് എണീപ്പിച്ചത് കേട്ടോ. അപ്പം അങ്ങനെ അമ്മ വന്നിട്ട് വിഷ് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ എണീച്ചു. പിന്നെ അപ്പോഴൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, ഫുൾ മഴയായിരുന്നു. പിന്നെ വേഗം ഞാൻ എണീക്കാൻ കാത്തിരിക്കുന്നു, എൻ്റെ കുട്ടിയും അതേപോലെ ഞാൻ എണീച്ച് മെല്ലെ എണീച്ച് വന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവനും എണീച്ചു.
പിന്നെ അമ്മ അവനെ എടുത്തുകൊണ്ട് നിന്ന ആ ഗ്യാപ്പിലാണ് ഞാൻ പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം അകത്ത് കയറി കേട്ടോ. പിന്നെ അതിന് നമ്മൾ അമ്പലത്തിൽ പോയി വന്നു. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോയെ, നേരെ അനി കൂട്ടിയില്ല, കാരണം തണുപ്പാണ് മഴയാണ്. അപ്പം ഞാൻ നേരത്തെ പോയി വേഗം വന്നു കഴിഞ്ഞാൽ ആ പണി കഴിയുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം പോയി വന്നു. അതെപ്പോഴും ഉള്ളതാട്ടോ, നേരെ അമ്പലത്തിൽ പോയിട്ട് വേഗം വരും. പുഷ്പാഞ്ജലിയൊക്കെ നമ്മൾ കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിപ്പിച്ച് നമ്മൾ വന്നു. പിന്നെ ചായയൊക്കെ കുടിച്ച് ഇരുന്നു. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല, കാരണം ഒന്നാമത് കാലാവസ്ഥയൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഒരു മൂഡില്ല സത്യം പറഞ്ഞാൽ, ഒരുമാതിരി ഡള്ളായ ഒരവസ്ഥ. പിന്നെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ വീഡിയോയ്ക്ക് ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഒന്നാമത് ഫോണിന് വലിയ ക്ലാരിറ്റി ഒന്നും ഇല്ലാത്ത ഫോണാണ്. ഇപ്പം ഞാനിപ്പോൾ ക്യാമറ നോക്കുമ്പോൾ എനിക്ക് വലിയൊരു ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയല്ല വീഡിയോ ഇന്ന് നടന്നു വന്നു. ഞാൻ ജസ്റ്റ് വിചാരിച്ച അമ്മ ഒന്നും പോവില്ലായിരിക്കും, അല്ല അമ്മ പോകുന്ന നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു അമ്മ പോകുന്നതിന് മുന്നേ കേക്കൊക്കെ കട്ട് ചെയ്യും. അപ്പം അമ്മ എല്ലാവരും കൂടെ നിർത്തിയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസ് എടുക്കാം. പിന്നെ മെയിനായിട്ട് ഞാൻ ഈ ഡ്രസ്സായിരുന്നില്ല ഞാൻ ഇടണം എന്ന് വിചാരിച്ചത്, വേറെ ഒന്നും ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ കൂടുതൽ എക്സ്പെക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് മനസ്സിലെഴുതുണ്ടാവില്ലേ ഇങ്ങനെ ഉടുപ്പിട്ടിട്ട്, അങ്ങനെ ആ ഒരു നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് എഴുതുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് എനിക്ക് ഇതേ ഇരുന്നില്ല എൻ്റെ ഡ്രസ്സ്. അപ്പോൾ ഞാൻ ആ ഒരു മൈൻഡിലൊക്കെ ഇരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ അതെനിക്ക് തയ്ച്ച് കിട്ടിയില്ല. അപ്പോൾ തയ്ച്ച് കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതിടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ഫുൾ എന്താ പറയുക, അപ്പോൾ ഇന്നലെ തന്നെ കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ മൂഡ് മൊത്തം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരൊക്കെ വരുമ്പോൾ തന്നെ നമ്മൾ ഇവരെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മേപ്പാടി പോയപ്പം ഇവരെ കൂട്ടി, ഇവർ അവിടെ നിന്ന് തന്നെ നമുക്ക് കേക്കൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാണ് ഇത് മുറിച്ചത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവിടെ കറണ്ട് പോവുക വരിക, അങ്ങനെ ഇന്നലെ രാത്രി തൊട്ടൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഒന്നാമത് ഇന്നലെ പോയി വരികയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ ആരും രാത്രി എണീച്ച് മുറിച്ച് എനിക്ക് സർപ്രൈസ് തരാനൊന്നും നിന്നില്ല, ഫുഡ് കഴിക്കുക. അപ്പം അങ്ങനെ ഇതോടുകൂടി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞു, കലാശക്കൊട്ട് കഴിഞ്ഞു. പക്ഷേ ഇതിന് നല്ല ഗംഭീരമാക്കണം. ചിക്കുവിൻ്റെ ബർത്ത്ഡേ എന്നുണ്ട്, അവൻ്റെ ഇനി ഡ്രസ് കോഡും കാര്യങ്ങളൊക്കെ സെറ്റായി വെക്കണം. കാരണം അത് അവൻ എന്താ പറയുക, ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ തൊട്ട് ഇനി മനസ്സിൽ വിചാരിച്ചിട്ടൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അതെ, ബർത്ത്ഡേക്ക് ഇങ്ങനെയെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, എന്നാൽ മതിയായിരുന്നു. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഇനിയിപ്പോൾ എന്താ ഫുഡ് കഴിക്കുക. അപ്പോൾ അമ്മമ്മയൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മഴയൊക്കെ ആയതുകൊണ്ട് പോണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ പിടിച്ച് നിർത്തുന്നുണ്ട്. അപ്പോൾ അവൾ പണിയുള്ളതല്ലേ, അപ്പോൾ പണി കളയണ്ടല്ലോ എന്നും പറഞ്ഞിട്ട് രണ്ട് മനസ്സുണ്ട്, എന്തായാലും പോണ്ട. പിന്നെ ആരും വീട്ടിലിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ രസമല്ലേ, അപ്പോൾ പോണ്ട പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പുറം റൂമിലുണ്ട് കേട്ടോ. ഒന്നാമത് മഴയായത് കാരണം എല്ലാവരും ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അപ്പോൾ അമ്മമ്മ കിടന്ന് ഉറങ്ങുന്നുണ്ട്, ഒന്ന് മയങ്ങിയിട്ടുണ്ട്. അപ്പോൾ വല്യമ്മയും കണ്ണനും വല്യമ്മൻ്റെ മോനും അങ്ങനെയൊക്കെ അപ്പുറം ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചിക്കുനെ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട് കേട്ടോ. കുറേ നേരം എല്ലാവരും ഉള്ളതുകൊണ്ട്, എല്ലാവരും ഉള്ള ദിവസം അവൻ്റെ റുട്ടീനൊക്കെ മാറും. അവൻ ഉറങ്ങുന്ന സമയം മാറും, ഫുഡിങ് രീതി എല്ലാം മാറും. കാരണം ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തോണ്ടിരിക്കും. അപ്പോൾ അവന് വിശക്കൂല. അപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ, നമ്മൾ എപ്പോഴും കൊടുക്കുന്ന സമയത്ത് കൊടുത്താൽ അവൻ തിന്നൂല. അങ്ങനെയൊക്കെ ആയിട്ട് അവൻ്റെ റുട്ടീനെ മാറും. അപ്പോൾ ഇപ്പോൾ ഉറങ്ങുന്ന സമയമല്ല, ഇപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ടാണ് സാധാരണ ഉറങ്ങാറ്. അപ്പോൾ നേരത്തെ ഉറങ്ങേണ്ടിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ടായിരുന്നു ഉറങ്ങണ്ടേ. അപ്പോൾ രണ്ടിൻ്റെയും നടുക്കായിട്ട് അവൻ ഇടന്ന് ഉറങ്ങുന്നുണ്ട്. പിന്നെ എപ്പോഴാണ് എണീക്കാന്നറിയില്ല, മിക്കവാറും കുറച്ച് കഴിയുമ്പോൾ എണീക്കും, അത് ആർക്കറിയാം. ഇപ്പോൾ ഫുഡ് കഴിക്കാം. നമുക്ക് കുറച്ച് സാമ്പാറുണ്ട്, സാമ്പാറുണ്ട്, പിന്നെ മുട്ടക്കറി ഉണ്ട്, പിന്നെ കുറച്ച് നേരത്തെ കുറച്ച് ബീഫുണ്ട്. ഇതൊക്കെ തന്നെ. നമുക്ക് ഫുഡ് കഴിക്കാം. പിന്നെ കുറച്ച് നേരം നിർത്താൻ പറയുന്നത് അവർ പോവുകയാണെങ്കിൽ അങ്ങനെ. പിന്നെ വൈകുന്നേരം അമ്മ വന്നിട്ട് പിന്നെ എല്ലാവരും കൂടി ഇരുന്നിട്ട്, എല്ലാവരും അമ്മയും വന്ന് എല്ലാവരും കൂടി ആകുമ്പോൾ സെറ്റ്, എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയും തമാശയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ തന്നെ ബർത്ത്ഡേ കഴിഞ്ഞു. ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, കുളിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, എന്നിട്ട് കേക്ക് മുറിക്കുന്നു, തന്നെ ബർത്ത്ഡേ കഴിഞ്ഞു. പിന്നെ ആദ്യം ചെറുപ്പത്തിലായിരുന്നു, ഇപ്പോൾ സ്കൂളൊക്കെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് മുട്ടായൊക്കെ വാങ്ങുമല്ലോ. മുട്ടായി വാങ്ങി എല്ലാവർക്കും കൊടുത്ത്, എല്ലാ വീട്ടിലൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അയൽപക്കത്തെ വീട്ടിലൊക്കെ നമ്മൾ കേക്ക് മുറിച്ചത് കട്ട് ചെയ്തത് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്, കുറച്ച് മിഠായും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അത് ബർത്ത്ഡേ അപ്പോൾ കഴിഞ്ഞു. നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ആർക്കും വിശപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, എന്നാലും ഉച്ചയ്ക്ക് കഴിക്കേണ്ടതെന്നുള്ളതിൽ കഴിച്ചു കേട്ടോ. വെറുതെ കഴിക്കാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് നല്ലൊരു ദിവസമായിട്ട് ഉച്ചയ്ക്ക് കഴിക്കാതിരിക്കണ്ടല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ വീട്ടിൽ എല്ലാവരും, അമ്മ ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മമ്മയൊന്നും പോകുന്നില്ല എന്ന് വെച്ചാൽ കാരണം മഴയല്ലേ, അപ്പം നല്ല മഴയാണ്. ഇപ്പം നമ്മൾ വേഗം കൂടിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സൊക്കെ അയച്ചു വെച്ച് കമ്മലും മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ ബർത്ത്ഡേ കഴിഞ്ഞല്ലോ. ഇടയ്ക്ക് ജനഗണമന പാടിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി പുതിയ വീഡിയോയിൽ കാണാം.